മാതിരി എന്നെ പോലീസ് പിടിച്ചു. എന്തിനറിയോ? ഞാന് അങ്ങാടിന്ന് വണ്ടി ഉണ്ടായിനിച്ച്, ബൈക്ക് ഉണ്ടായിനി. അന്ന് ലൈസൻസ് ഒന്നുമില്ല. അതിൽ ഞാൻ അങ്ങനെ എൻ്റെ പോരടുക്ക് പോലീസ് ചെക്കിങ് ഉണ്ടായിനി. ഞാൻ എന്തായി വെല്ലാളെയും കണ്ട് അങ്ങോട്ടൊരു വെട്ടിച്ചലും ഇങ്ങോട്ടൊരു വെട്ടിച്ചലും എടുത്ത് പോലീസിനെ കട്ട് ചെയ്ത് പോയി. അപ്പൊ എന്റെ മനസ്സിലെത്താ ഞാൻ വലിയ സംഭവം പോലീസിനെയൊക്കെ പറ്റിച്ചു എന്നാണ്. അപ്പണ്ട് അങ്ങാടിന്ന് ഒരു കാക്ക പറഞ്ഞു കൊടുത്തേക്കണേ, ആ കുഞ്ഞാന്റെ ചെക്കനാണ് ആ വണ്ടി കൊണ്ട് പോയിക്കണേ പറഞ്ഞാണ്ട്. അതിലുണ്ട് ഞാൻ വെള്ളിയാഴ്ച ഇനി അപ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വിളിച്ച്, അതിൽ ഇങ്ങനെ വിളിച്ച് അൻസിലല്ലേ ചോദിച്ചു. അപ്പം ഞാൻ അൻസിലാണ് പറഞ്ഞു, ഇത് പോത്തല് പോലീസ് സ്റ്റേഷൻ എന്നാണ് പറഞ്ഞു. അതിൽ ഞാൻ കരുതി ചെക്കന്മാർ പറ്റിച്ചാൻ വേണ്ടി പറയണതാണ്. ഇതൊന്ന് പോയിക്കങ്ങയായിരുന്നു ഞാൻ പോലീസുകാരനോട്. അതിൽ പിന്നെ വിളിച്ച് പോലീസ് സ്റ്റേഷൻ എന്നാണ് എന്താ കളിച്ചിന് ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ പണി നോക്കി പോടങ്ങിയായിരുന്നു ഞാൻ പിന്നെയും പോലീസുകാരനോട്. അതിൽ ഇവല് വിളിച്ച് പിന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ഞാൻ പോയി വർത്താനായി ആകെ അങ്ങോട്ട് പറഞ്ഞ്. അതില് പിന്നെ വർത്താനായി. വാപ്പ പറഞ്ഞു വണ്ടി വിറ്റായിട്ടും വേണ്ടില്ലേനി, ഓലെ തൊള്ളി വെക്കണേ കേൾക്കണ്ടില്ലേനി, ഹലോ പറഞ്ഞിക്കണ്. എന്താ കാട്ടാ. അതില് പിന്നെ വണ്ടിയൊക്കെ പിന്നെ കൊടുത്ത് എൻ്റെ തെണ്ണിപ്പും കൊണ്ട്. അപ്പൊ എന്താ, പോലീസിനോടും ഡോക്ടറിനോടും പടച്ചവനോടും നുണറിട്ട് കാര്യമില്ല. കുറച്ചേരം കഴിഞ്ഞാൽ പിടിക്കപ്പെടും. എങ്ങനെയാലും നമ്മളെ പിടിച്ചു. എന്താ കാട്ടാ, അതൊക്കെ ഒരു കാലം. ഞാനതിന് ചെറുതേനി നുടുങ്ങേനി, വണ്ടി പോകുമ്പോ വണ്ടി മാത്രം പോണമായിരിക്കും. ചെക്കന്മാരെ വിചാരിച്ച് പറഞ്ഞു, പക്ഷെ ഓരോട് പറഞ്ഞ പിന്നെ ഒരു വെറുതെ അതാ പറ്റി. എന്താ